ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഇപ്പൊ പാർട്ടി അങ്ങോട്ട് ചോദിക്കാതെ തന്നെ വാർത്ത അറിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ പാർട്ടി ബാങ്കിനെ അറിയിച്ചു. അപ്പൊ ബാങ്ക് തന്നെ പറഞ്ഞു ജപ്തി ചെയ്യാൻ പോകുന്നില്ല, പൈസ അടച്ചോളാമെന്ന് പറഞ്ഞു. 58 എന്നുള്ളത് 49 ആക്കി. പാർട്ടി അത് അടയ്ക്കുകയും ചെയ്തു. അപ്പോ മുനീർ സാഹിബ് ആരോടും പറഞ്ഞില്ല. ഇതിങ്ങനെ ചാനലിലൂടെ വന്നു, മാധ്യമങ്ങളെല്ലാവരും അറിഞ്ഞു. പാർട്ടി അത് സ്വയം പറഞ്ഞു. ഞങ്ങളുടെ CHന്റെ വീട് ക്രസന്റ് ഹൗസ് അങ്ങനെ ജപ്തി ചെയ്ത് പോകാനുള്ളതല്ല എന്നുള്ളതായിരുന്നു ഒരു ഫീലിംഗ്. അത് ഒരു വല്ലാത്ത ഫീലാ അല്ലേ? അതങ്ങനെ എല്ലാവർക്കും തോന്നണമെന്നില്ല. അതെ അതെ. ഒന്ന്, ഈ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത്, ഈ കുടുംബമായിട്ടുള്ള ബന്ധം ഒരു അഭേദ്യ ബന്ധമാണ്. PMSA പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പ്രസിഡന്റായിരിക്കുമ്പോഴും വാപ്പ ഈ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അതുപോലെ തന്നെ പിന്നെ ശിഹാബ് തങ്ങളെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് പിന്നെ എൻ്റെ പിതാവാണ്. പിന്നെ അപ്പം ആ കുടുംബം, പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് എന്നും ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കുടുംബമാണ്. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്നത് ഞാനും അദ്ദേഹം എന്നെ ഒരു സഹോദര തുല്യനായിട്ട് എന്നെ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹമാണ് അത് എന്നെ വിളിക്കുന്നതും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നത്. ഇത് വാർത്ത വന്നതിന് ശേഷം അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് പിന്നെ ഞങ്ങളെ അറിയിച്ചില്ല എന്നൊക്കെ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അവർ തന്നെ തങ്ങളുമായിട്ടും കൂടി, തങ്ങളും എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം അവർ കൂടെ ഇരുന്ന് തീരുമാനിച്ചതായിരിക്കണം. അപ്പോൾ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. അവിടെ അടച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം അവിടെ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ലോൺ സെറ്റിൽ ചെയ്തു. ആ സമയത്ത് തോന്നുന്നൊരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതായത് ഇതൊരു വ്യക്തിയല്ലല്ലോ, ഒരു പ്രസ്ഥാനമല്ലേ? അതെ, അത് ഞാൻ വ്യക്തികൾ എന്നെ എത്രയോ ആളുകൾ ആ സമയത്ത് എനിക്ക് എൻ്റെ പിന്നെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ട് ഗൂഗിൾ പേ ചോദിച്ചിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ അവരോടൊന്നും, കാരണം അതിനേക്കാളൊക്കെ എൻ്റെ പാർട്ടി എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു കുറച്ചുകൂടി അന്തസ്സ് തോന്നി എനിക്ക്. പക്ഷെ അതേസമയം മറ്റുള്ളവർ കാണിച്ച ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരെല്ലാം കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ടല്ലോ. ഈ ലീഗിൽ നിന്ന് മാത്രമേ ഉണ്ടായുള്ളൂ, മറ്റു പാർട്ടികളിൽ നിന്നുള്ള മറ്റു പാർട്ടികളിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും, അതായത് ഇടതുപക്ഷത്തു നിന്നും എല്ലാവരും വിളിച്ചിട്ടുണ്ട്, എല്ലാ ഭാഗത്തുനിന്നും വിളിച്ചിട്ടുണ്ട്. ഈ വിവരം വാർത്ത അറിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. വന്നപ്പോ അന്നും അതേപോലെ തന്നെ. ഇത് എനിക്കൊന്ന് മുനീർ സാഹിബിന്റെ ലൈഫിലെ ഏറ്റവും സങ്കീർണമായ 2 അവസ്ഥകളായിരുന്നു അല്ലേ? ഒന്ന് അസുഖവും പിന്നൊന്ന് ഈ ജപ്തിയുടെ. ചില സമയം എല്ലാം ഒരുമിച്ച വരിക. അപ്പോൾ രോഗം വന്നു, അത് കുറച്ച് കലശലായിപ്പോയി. പിന്നെ അതിൽ നിന്നും മുക്തി നേടി ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കാണ് ഈ പ്രശ്നം കൂടി വന്നു. അപ്പം ചില സമയത്തെല്ലാം അങ്ങനെ ഒരുമിച്ച് വരും. പക്ഷേ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക്കായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ മുനീർ സാഹിബ് ഇത് എങ്ങനെ പരിഹരിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്? എൻ്റെ മുന്നിൽ ഒന്നുമില്ല, എങ്കിലും വിൽക്കാനും ഒന്നുമില്ല. എങ്കിലും CHന്റെ ഖബർ ഇവിടെയുണ്ട്. CHന്റെ ഓർമ്മയുള്ള മണ്ണാണ്. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് പോലെ ലീഗിന്റെ പ്രവർത്തകർ പണികളും ഒരു കാലത്ത് നിറഞ്ഞു നിന്ന ഇടമാണ്. ഞാൻ എപ്പോഴും കരുതാറുള്ളത് എന്തെങ്കിലും ഒന്ന് ഒരു വഴി തുറക്കപ്പെടുന്നതാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാം ഇങ്ങനെ എപ്പോഴും എല്ലാം അടഞ്ഞു കിടന്നിട്ടില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ കോർപ്പറേഷൻ കൗൺസിലർ ആയിരിക്കുമ്പോൾ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് വളരെ കുറച്ചാണല്ലോ. അപ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് 1991. അപ്പം ഇങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക. ഇപ്പോൾ MLA ആവുന്നു. MLAയുടെ ആ പണം മതി, ശമ്പളം മതി ഞങ്ങൾക്ക്, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും മന്ത്രിയാവുന്നു. അപ്പം ശമ്പളത്തിലൊക്കെ ചെറിയ വർധന വരുന്നു. അപ്പം അത് മതി. അപ്പം അങ്ങനെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും തനിയെ തന്നെ ഓരോ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രോഗം വന്നപ്പോഴും എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന്
അവരുടെ പ്രാർത്ഥനയും അവരുടെ ഒരു പിന്തുണയും അതിന് ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഈ ഇടതുപക്ഷത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ചാണ് പറയുക. അവര് ഇപ്പൊ സി എച്ച് ചിദംബരനെ കുറിച്ച് പറയില്ല, അധികാരം ഒഴിഞ്ഞതിന് ശേഷം KSRTC ബസ്സിൽ യാത്ര ചെയ്ത സി എച്ച് ചിദംബരനെ കുറിച്ച് പറയും. അതേപോലെ മറ്റു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇപ്പം പിണറായിയെ കുറിച്ച് പറയുന്ന 65 ലക്ഷം രൂപയെ ഇത്രയും കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടിലുള്ളൂ എന്ന് പറയും. പല പാർട്ടികളിലും അതുണ്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിലാണെങ്കിലും അത് പറയാറുണ്ട്. പക്ഷെ വളരെ അപൂർവമാണ് അല്ലേ? നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഒരു ധാരണ വന്നു പോയിട്ടുണ്ടല്ലോ, ചിലപ്പോൾ ചില ആളുകൾ ചെയ്തിട്ടുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ മൊത്തം രാഷ്ട്രീയക്കാരുടെ പേരിൽ അങ്ങനെ ഒരു ചാപ്പ കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പം നമ്മുടെ പാർട്ടിയിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ഇതേപോലെ പ്രയാസപ്പെടുന്നവർ MLA-മാരുണ്ട്. ഞാൻ മാത്രമൊന്നുമല്ല. ഈ ജപ്തി നോട്ടീസ് വരുമ്പോ വൈഫിനോട് എന്താ പറഞ്ഞത്? സംസാരിക്കുമല്ലോ, പറയുമല്ലോ. അതെ, വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, നമുക്ക് തീർക്കാൻ ശ്രമിക്കാം. തീർക്കാൻ ശ്രമിക്കാത്ത ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ തയ്യാറായിരിക്കണം. നമുക്ക് വേറെ മാർഗമില്ലെങ്കിൽ പിന്നെ ഇത് ഒഴിയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അതിന് തയ്യാറായിരിക്കണം മാനസികമായി. അവരൊക്കെ അതിന് മക്കളൊക്കെ അതിനെ അനുസരിച്ച് പാകപ്പെടുത്തിയതാണ്. അപ്പം അവർക്കതിന് ഞാൻ എന്ത് പറയുന്നു അത് തന്നെ അവരുടെ തീരുമാനമായിട്ട് വരും. അതിൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയായിരുന്നു. ഉമ്മയും ഒരു വാപ്പയെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമായില്ലേ. പിന്നെ നമ്മൾ സൗഹൃദം, സുഹൃത്തുക്കൾ എല്ലാം ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും ഉണ്ടാവുമല്ലോ. ഈ ഇത്രയെത്തി ഇപ്പം ഒലിവ് എന്ന് പറയുന്ന ഒരു പുസ്തകശാല, അതൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇന്ത്യ വിഷൻ മറ്റൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇതിലൊക്കെ ശ്രമിക്കുമ്പോഴും ഒരു പോസിറ്റീവായിട്ടാണല്ലോ വരിക. പക്ഷെ ഇത് ഒരു ഘട്ടത്തിൽ പാളിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ എന്താ തോന്നുന്നു? അതെ, ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയിൽ ഉണ്ടാക്കിയുള്ള, അറിയാലോ. ഈ ബാധ്യതയ്ക്ക് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇന്ത്യ വിഷൻ കമ്പനിയല്ലേ. കമ്പനിയും കമ്പനിയുടെ കാര്യങ്ങളും വേറെ തന്നെയായിട്ട് പോകുന്നുള്ളൂ. ഇത് എൻ്റെ വ്യക്തിപരമായി ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള, ഇത് നവീകരിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണല്ലോ 70 ലക്ഷം രൂപ വരുന്നുള്ളൂ. ഇപ്പൊ തോന്നുന്നുണ്ടോ ഇത് ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? അതായത് ഈ നവീകരിക്കാൻ അത്രയും ഒരു ഉത്തരവാദിത്വം അല്ല, ഞാൻ പറയുന്നത് ഇത് വളരെ എന്താണ് പറയുക, ഡെവലപ്ഡ് കണ്ടീഷനിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ കയറി താമസിക്കണമെങ്കിൽ നവീകരിച്ചേ പറ്റും.